ഇപ്പോൾ സമയം രാത്രി 11 മണി. ഞാൻ നിൽക്കുന്നത് തലശ്ശേരിയിലാണ്. തലശ്ശേരി കോട്ടയ്ക്ക് പിന്നിൽ ഇഫ്താർ സ്റ്റോളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് നോമ്പെടുക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. ഇത് 10ാമത്തെ വർഷത്തെ നോമ്പാണ്. നോമ്പ് തുറന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ സിറ്റിയിലൊക്കെ പോയി ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അങ്ങനെ സിറ്റിയിൽ വന്നതാണ്. അപ്പോൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എൻ്റെ അവിടുത്തെ. അപ്പോൾ അവർ ഫുഡ് വ്ളോഗേഴ്സാണ്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നേരെ തലശ്ശേരി വിട്ടാലോ എന്ന്. അപ്പം തന്നെ നമ്മൾ തലശ്ശേരിയിൽ വിട്ടു. വാ നമുക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് തലശ്ശേരിയിലെ ചെറുമുറ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മിക്സ്ചറൊക്കെ അടങ്ങിയ ഒരു സ്പൈസി ആയിട്ടുള്ള സാധനമാണ്. കയ്യിലിരിക്കുന്നത് മട്ടൺ സൂപ്പാണ്. കുറച്ച് ആഡംബരത്തിന് ബുൾസയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിതെല്ലാം എല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്ത് അഭിപ്രായമൊക്കെ പറഞ്ഞതിന് ശേഷം നേരെ സ്വീറ്റിലേക്ക് കടന്നു. ഇതാണ് ലോട്ടസ് പാൻ കേക്ക്. നല്ല അടിപൊളി സാധനം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനവും ഞാൻ കഴിച്ച സാധനവുമാണ്. പൊതുവിൽ എനിക്ക് മധുരം അത്തോട് വലിയ താല്പര്യമില്ല. അതിനുശേഷം നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ബണ്ണാണ് പരീക്ഷിച്ചത്. അതിന് കിടന്ന് കുത്തി മറിഞ്ഞ് കയ്യിലൊന്നും ചോക്ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം അടുത്ത് നിന്ന് ആൾ പറയുന്നുണ്ട് കൈ വെച്ച് കഴിക്കൂ, ടിഷ്യൂ ഉണ്ട് എന്ന്. അവസാനം കൈ വെച്ച് തന്നെ കഴിച്ചു. കുഴപ്പമില്ല, അതും ടേസ്റ്റിയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് പിസ്ത ബണ്ണാണ്. ബണ്ണിനകത്ത് കുറേ കുനാഫയെല്ലാം കുത്തി നിറച്ച് പിസ്തയുടെ ഫ്ലേവറൊക്കെ വെച്ചിട്ടുള്ളതാണ്. കുഴപ്പമില്ല, എനിക്കിത് കഴിച്ചപ്പം ഒരു പുല്ലുമുട്ടായി കഴിക്കുന്ന ടേസ്റ്റാണ് ഫീൽ ചെയ്തത്. ഞാൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്തുള്ള എൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട് അടിപൊളിയാണെന്ന് പറ. അടുത്ത ഫ്രണ്ട് പറയുന്നു വേണ്ട അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. എന്നാലും എൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ അടുത്ത ആൾക്ക് കൈമാറി. ഇനി അടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് വേടനയാണ്. ഇതാണ് വേടൻ മോര്. മോരും അച്ചാറും സോഡയും അതിൽ ഐസ് ക്യൂബും നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മോരും വെള്ളമാണ്. കുടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നമ്മളൊന്ന് തണുപ്പിച്ചതും ഇതാണ്. ഇതിന് ശേഷം നമ്മൾ അവിടുത്തെ സ്റ്റോളൊക്കെ നോക്കി. ബീഫ് ഉലത്തിയത്, ഫിഷ് ഫ്രൈ, പല വെറൈറ്റിയിലുള്ള ഫിഷ് ഫ്രൈ, ഇതെല്ലാം നമ്മൾ കണ്ടതിന് ശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിളിന് ചുറ്റും കൂടി. അപ്പോൾ നമ്മൾ പ്ലേറ്റൊക്കെ നിരത്തി എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോഴേക്കും എത്തി കണ്ണൂരുകാരുടെ അമ്മായി ചിക്കൻ. അത് കഴിഞ്ഞ് വന്നു ചിക്കൻ ഷവായി, പിന്നെ വന്നു ബീഫ് ഷവർമ, അതും കഴിഞ്ഞ് വന്നു നല്ല ഫിഷ് പൊള്ളിച്ചത്. അതിനുശേഷം ചൂടോടെ ഇതെല്ലാം നമ്മളൊന്ന് പിടിപിടിച്ചു. പക്ഷെ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്നത് ഇതിനൊന്നും അല്ല മക്കളെ. ഇതാ വന്നല്ലോ നമ്മുടെ പോത്തും കാലം. നല്ല ചൂട് പോത്തും കാലം, നല്ല ചൂട് പൊറോട്ടയും വെച്ചിട്ട് ഒരു കീച്ചി. ഞാനിത് കഴിക്കത്തില്ല കേട്ടോ. അതിൽ കിടന്ന് പിടിയായിരുന്നു. ആഹാ, എന്താ വൈബല്ലേ. അതിനുശേഷം നമ്മൾ കഴിച്ച ആ പാവം ഫിഷിൻ്റെ ഒരു അവസ്ഥ കണ്ടോ. പോസ്റ്റ്മോർട്ടം ചെയ്തതുപോലെ ഇതാ കിടക്കുന്നു. ഇതിനുശേഷം നമ്മൾ ഫിഷെല്ലാം കഴിച്ചു. അവിടെ നിന്ന് കുറച്ച് ജ്യൂസ് എല്ലാം കുടിച്ച് ഇങ്ങനെ എന്താ പറയുക, ആ ഫിഷ് കഴിച്ചതിൻ്റെ ഒരു ആലസ്യത്തിൽ എല്ലാവരും ഇങ്ങനെ കമൻ്റൊക്കെ പറഞ്ഞു, വർത്താനമൊക്കെ പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇരുന്ന് പതുക്കെ അവിടെ നിന്ന് എണീറ്റു. ഈ തിന്നതൊന്നും പോരാഞ്ഞിട്ട് ഇതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുലുക്കി സർബത്തും കൂടി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു. നന്നായിട്ട് കുലുക്കി സർബത്ത് നന്നായിട്ട് കുലുക്കുന്നുണ്ട്. അങ്ങനെ അതും കുലുക്കി കയ്യിൽ കിട്ടി ഒരു ഗ്ലാസ് കുലുക്കി സർബത്ത്. അതും വച്ച് കീച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഇപ്പം സമയം ഒരു 2-3 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.